എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളടക്കം ഇവൻ വലിയവരായാലും നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ വിഷൻ പ്രശ്നം അല്ലേ. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, അങ്ങനെ പലതരത്തിലുള്ള വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. വളരെ ചെറുപ്പത്തിലെ ചെറിയ 1-ാം ക്ലാസ്സിൽ, 2-ാം ക്ലാസ്സിൽ, പിന്നെ അതിന് മുന്നേ വരെ കുട്ടികൾ കണ്ണട ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള നമ്മളുടെ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗവും ഒക്കെ തന്നെയാണ്. വേറെ പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആയുർവേദത്തിൽ പറയുന്ന ഒരു ത്രാടക എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ത്രാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ്സ് ഒരു ടൈപ്പ് ഓഫ് എക്സസൈസാണ് കേട്ടോ. ഒരു ക്യാൻഡിൽ എക്സസൈസാണ്. ഇത് ചെയ്യുന്നത് വഴി നമ്മളുടെ വിഷൻ ഇമ്പ്രൂവ് ആവുകയും ഈവൻ ഈ ഷോർട്ട് സൈറ്റ് പോലുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ആ സൈറ്റ് പവറിലൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇതൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ത്രാടക എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ഒരു ക്യാൻഡിൽ എക്സസൈസാണ് കേട്ടോ, കണ്ണിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷനിൽ ഒരു ചെയറിൽ ഇരിക്കുക. മുന്നിലൊരു ടേബിളിൽ നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുക, ലൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിനൊരു ഡിസ്റ്റൻസ് എന്ന് മെയിനായിട്ടും പറയുന്നത് ഒരു 40 to 60 സെൻറ്റിമീറ്ററാണ്. നമുക്കിപ്പോൾ അത് അളന്നുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹാൻഡിൻ്റെ ഒരു ആം ലെവലിൽ ആ ക്യാൻഡിലുണ്ടായാൽ മതി കേട്ടോ. ഒരു ആം ലെവലിൽ നമ്മളുടെ ഇരിക്കുന്ന പൊസിഷൻ്റെ ഒരു ആം ലെവലിൽ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുക. ഐ ലെവലിന് സെയിം ലെവലായിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ ഇങ്ങനെ ഒരുപാട് ഉയർന്ന് നോക്കേണ്ടി വരില്ല, ഒരുപാട് താഴത്തേക്ക് നോക്കേണ്ടി വരില്ല. നമ്മളുടെ ഐ ലെവലിന് നേരെയാണ് ഈ ക്യാൻഡിൽ ഉള്ളത് വെച്ചാൽ അതും കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കത്തിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കണ്ണും അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ആ ക്യാൻഡിലിലേക്ക്, ആ കത്തിച്ച് വെച്ച ലൈറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുക. കുറേ നേരം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കണ്ണടയ്ക്കാതെ ഇരിക്കണം കേട്ടോ. കണ്ണടയ്ക്കാതെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. കുറേ കഴിയുമ്പോൾ നമുക്ക് കണ്ണുകളിൽ വെള്ളം നിറയും. ഈ കണ്ണടയ്ക്കാതെ ഇരിക്കുമ്പോൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് അതിൽ കണ്ണിൽ വെള്ളം നിറയും. അപ്പോൾ നമുക്ക് കണ്ണ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യുക. നമ്മളുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒന്നിങ്ങനെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് പിടിക്കുക. നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഐബോൾസിനെ ഒന്നും ഹേർട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് കപ്പ് ചെയ്യുക. കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഐ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അതായത് അപ്വേർഡ് ഡയറക്ഷൻ, ഡൗൺവേർഡ്, ലെഫ്റ്റ്, റൈറ്റ്, ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അങ്ങനെ അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു 3-4 കൗണ്ട്സ് നമുക്ക് ഐസുകൾക്ക് എക്സസൈസ് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കണ്ണിൽ വെള്ളം വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി ഇത് ഐസൈറ്റിന് പ്രോബ്ലം ഉള്ളവർക്കും ചെയ്യാം, വിഷൻ ഇമ്പ്രൂവ് ആവാനും ചെയ്യാം കേട്ടോ. ഈ ഐസൈറ്റിനൊക്കെ പ്രശ്നം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി തലവേദന ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതിൽ കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ക്യാൻഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഹെഡേക്കൊക്കെ, തലവേദനയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ ഗ്രാജുവലി ടൈം ഇൻക്രീസ് ചെയ്യുക. കണ്ണ് നിറയും വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട. ആക്ച്വലി നമ്മളുടെ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ കണ്ണടയ്ക്കാതെ കണ്ണ് നിറയും വരെ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആദ്യമേ അത്രയും സമയം എടുക്കുമ്പോൾ ചിലപ്പോൾ തലവേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 10 സെക്കൻഡ്സ് ആക്കുക, 15 സെക്കൻഡ്സ് ആക്കുക, 20 സെക്കൻഡ്സ് ആക്കുക. അങ്ങനെ ഗ്രാജുവലി നിങ്ങൾ ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ പെട്ടെന്നുള്ള തലവേദന ഒന്നും വരത്തില്ല. ചെറിയ ചെറിയ ടൈം ലെവലിൽ അത് കൂട്ടി പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര നേരം വരെ വെച്ചുകൊണ്ടിരിക്കാമോ അത്ര നേരം ആക്കി പിന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ആദ്യമേ കയറി അത്രയും നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമുക്ക് വിഷൻ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഒരുപാട് പേർക്ക് ഇത് ചെയ്തിട്ട് നമ്മളുടെ ഐ പവർ വ്യത്യാസം നല്ലതായിട്ട് കുറഞ്ഞ് നോർമൽ ലെവലിലേക്ക് വരുന്നുണ്ട് എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഒരു ദിവസം ചെയ്ത് പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രയോജനമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക.
അറ്റ്ലീസ്റ്റ് നമുക്ക് ഫുള്ളി നോർമൽ പവറിൽ വന്നില്ലെങ്കിലും നമ്മൾക്കിപ്പോൾ ഒരു എക്സസൈസ് കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കില്ല അല്ലേ. നമ്മളിപ്പം ഏതൊരു സയൻസ് ആയാലും വേറെ പല ടെക്നിക്സും ഉണ്ടാവാം. ഉള്ളിൽ മരുന്ന് കഴിക്കണം, എക്സ്റ്റേണലി വേറെ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ആയുർവേദത്തിൽ തന്നെ കണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചികിത്സകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൊണ്ട് മാത്രം ചിലപ്പം കംപ്ലീറ്റ് ആയിട്ടൊന്നും ക്യൂറായെന്ന് വരില്ല. എങ്കിലും ഏറെക്കുറെ ഈ ഒരു എക്സസൈസ് കൊണ്ട് കുറേ പേർക്ക് ഐസൈറ്റിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഐ പവറിലും ഐസൈറ്റിലും വിഷനിലും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതായിട്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. ഒരു ആം ലെവൽ ഡിസ്റ്റൻസിൽ ക്യാൻഡിൽ വയ്ക്കുക. ഐ ലെവലിൽ തന്നെ ക്യാൻഡിൽ ഫ്ലെയിം കത്തിച്ച് ആ ലെവലിലായിരിക്കുക. നല്ല നല്ല നമ്മൾ വളയൊന്നും ചെയ്യാതെ സീറ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിന് ശേഷം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഗ്രാജുവലി ടൈം ഇൻക്രീസ് ചെയ്യുക. ഒരു 10 സെക്കൻഡ്സ് 20 സെക്കൻഡ്സ് പിന്നെ നിങ്ങൾക്ക് എത്ര നേരം പറ്റുമോ പിന്നെ നമുക്ക് അത് കണ്ടിന്യൂസ് ആയി കണ്ണ് ചിമ്മാതെ കണ്ണിൽ നിന്ന് വെള്ളം വരും വരെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കപ്പിങ് ചെയ്യുക, ഐ എക്സസൈസ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് വിഷൻ ഇമ്പ്രൂവ് ആവുന്നതായിട്ടും പവർ ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ആവുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഉള്ളിലേക്കും നല്ലതുപോലെ നല്ല വൈറ്റമിൻ എ ആണ് മെയിൻലി കണ്ണുകൾക്ക് നല്ലതായിട്ടുള്ളത്. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ഫ്രൂട്ട്സുകൾ വെജിറ്റബിൾസൊക്കെ ഉൾക്കൊള്ളിക്കുക. അതുപോലെ വൈറ്റമിൻ സി റിച്ച് ഫുഡ്, വിറ്റമിൻ ഇ, വിറ്റമിൻ ബി കോംപ്ലക്സ് റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക. മെയിനായിട്ട് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുക. അതുപോലെ തന്നെ 3 to 4 liters വരെ വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറെക്കുറെയൊക്കെ നമുക്ക് ഈ ഒരു വിഷൻ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇത് വിഷൻ്റെ മാത്രമല്ല, നമ്മളിതിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ആവാനും അത്തരത്തിലുള്ള മെമ്മറി ഇമ്പ്രൂവ് ആവാനും നമ്മളിത് ഒരു നമ്മളുടെ ഫോക്കസ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവാനും ഒക്കെ ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത് വഴി ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് വിഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത്തരം പ്രോബ്ലംസ് ഉള്ളവരും അല്ലാതെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നവരും. നമ്മൾ വിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. അല്ല വേറെ ഇഷ്യൂസൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇത് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you. Have a nice day.